ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കും സുഖം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമുക്ക് ഓയിലിൽ മുക്കി പൊരിക്കാതെ തന്നെ നല്ല കിടിലൻ സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ തന്നെ വഴറ്റി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വഴന്നു വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ വഴറ്റിയെടുക്കാം. സവാള കുറച്ചൊന്ന് വഴന്നു വന്നാൽ ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു 1/2 സ്പൂണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. ചോപ്പ് ചെയ്യുമ്പോൾ അധികം മരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തതാണ്. പിന്നെയും എല്ലാം നല്ലതുപോലെ തന്നെ ഇളക്കിയെടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാലയാണ്. മസാല ആക്കി എടുക്കുമ്പോൾ സവാള നന്നായി തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. എന്നാലേ മസാല നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പാകത്തിനുള്ള എരിവും മസാലക്ക് വേണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മസാല റെഡിയായി. അപ്പോൾ ഇതാ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള ദോശ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു ജ്യൂസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയും 2 മുട്ടയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് മാവ് റെഡിയാക്കേണ്ടത്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മാവിൽ നിന്നും കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ പാന് കറക്കിയെടുക്കാം. ഇനി ഇതിന്റെ ഒരു ഭാഗത്തായി നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കന്റെ മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ചൊന്ന് ആറി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കണം. ശേഷം ഇതിന്റെ സൈഡിലായിട്ട് വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നേരത്തെ മടക്കിയെടുത്ത ഭാഗം ഇതിന് മുകളിലായി വരുന്നത് പോലെ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ വീണ്ടും മാവ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മസാല ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ മടക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് തന്നെ വീണ്ടും ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത് ഒട്ടുന്നില്ലെങ്കിൽ മാവിൽ നിന്നും കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ സൈഡിൽ മാത്രം കുറച്ച് ആക്കി കൊടുക്കണം. അപ്പൊ നന്നായി ഒട്ടിപ്പിടിച്ചോളും. ഇങ്ങനെ നമുക്കൊരു 6-7 ദോശ വരുന്ന രൂപത്തിൽ ചുട്ടെടുക്കാം. അതിൽ കൂടുതലായാല് മസാലന്റെ വെയിറ്റ് കൊണ്ട് പൊട്ടിപ്പോകും. ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും മൊരിഞ്ഞു വരുന്നത് വരെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ തന്നെ നല്ല അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. തീർച്ചയായും വെറുതെ ആവില്ല. ഓയിലൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പൊ ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുറിച്ച് കാണിച്ചു തരാം. അപ്പൊ
അപ്പൊ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്, എല്ലാവരും അതുകൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.